ഇന്നത്തെ വീഡിയോയിൽ സമുദ്രങ്ങളെ കുറിച്ച് പറയുകയാണ്. സമുദ്രങ്ങൾ നമ്മൾ ഇന്ത്യൻ മഹാസമുദ്രത്തെ കുറിച്ച് പറയുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വലിപ്പത്തിൽ 3-ാം സ്ഥാനമാണ് ആർക്കുള്ളത്? ഇന്ത്യൻ മഹാസമുദ്രത്തിനുള്ള വലിപ്പത്തിൽ 3-ാം സ്ഥാനം അർഹിക്കുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകൃതി എന്താണ്? എം ആകൃതി. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകൃതി എന്താണ്? എം ആകൃതിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമുള്ള ഗർത്തം ഏതാണ്? വാൾട്ടൺ ഗർത്തം അല്ലെങ്കിൽ ജാവാഗർത്തം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ദ്വീപ്? മഡഗാസ്കർ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ദ്വീപാണ് മഡഗാസ്കർ ദ്വീപ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ദ്വീപാണ് മഡഗാസ്കർ. അതുപോലെ തന്നെ അറബിക്കടല്, ബംഗാൾ കടല്, ചെങ്കടല്, ഇവയൊക്കെ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് കേട്ടോ. ഓർത്ത് വെച്ചോളുക കേട്ടോ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള അമേരിക്കയുടെ സൈനിക താവളം ഏതാണ്? ഡീഗോ ഗാർഷിയ. ഓർത്ത് വെച്ചോളുക. ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള അമേരിക്കയുടെ സൈനിക താവളമാണ് ഡീഗോ ഗാർഷിയ. ഓർത്ത് വെച്ചോളുക. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മുത്ത് എന്നറിയപ്പെടുന്നത് ശ്രീലങ്കയാണ്. ഓർത്ത് വെച്ചോളുക. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മുത്ത് എന്നറിയപ്പെടുന്നത് എന്താണ്? ശ്രീലങ്കയാണ്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം, ആൻസർ ഇന്ത്യൻ മഹാസമുദ്രമാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ ആർട്ടിക് സമുദ്രത്തെ കുറിച്ച് പറയുകയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്? ആർട്ടിക് സമുദ്രമാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ആർട്ടിക് സമുദ്രം. അതുപോലെ ആർട്ടിക് സമുദ്രത്തിന്റെ ആകൃതി എന്താണ്? ഡി ആകൃതിയിലുള്ള സമുദ്രം ആർട്ടിക് സമുദ്രം. ഉത്തര ധ്രുവം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആർട്ടിക് സമുദ്രത്തിലാണ്. അതുപോലെ ആർട്ടിക് സമുദ്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമുള്ള ഗർത്തം ഏതാണ്? ആർട്ടിക് ബേസിലാണ്. അതുപോലെ തന്നെ അമേരിക്കൻ ഐക്യനാടുകൾ, കാനഡ, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, റഷ്യ തുടങ്ങിയവയൊക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നു? ആർട്ടിക് സമുദ്രത്തിന്റെ കരകളിൽ സ്ഥിതി ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതുപോലെ ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്? ആർട്ടിക് സമുദ്രമാണ്. അതുപോലെ സമുദ്രത്തെക്കുറിച്ചും തിരമാലകളെ കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഓഷ്യാനോഗ്രാഫിയാണ്. ഓഷ്യാനോഗ്രാഫിയാണ്.